മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ MBA Chaser. സോ ഇന്ന് നമ്മൾ പാർട്ട് 4 ആണ്, നമ്പർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 4 ആണ്. ഈ സീരീസിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. ബേസിക്സ് നമ്മൾ ക്ലിയർ ആക്കുകയാണ്. ഇത് ബേസിക് ടു അഡ്വാൻസ് ലെവൽ വരാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിൻ്റെ സീരീസാണ്. സോ ഇത് 4ാമത്തെ വീഡിയോ ആണ്. സോ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ പ്രൈം നമ്പർ. എക്സ് എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. ഒയ് എന്ന് പറയുന്ന അതിൻ്റെ ഒയ് ഈസ് എൻ കോമ്പോസിറ്റ് നമ്പർ. ഒയ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പറുമാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ. അപ്പം നമ്മളെ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 2 ഫാക്ടേഴ്സേ കാണുള്ളൂ. ഓൺലി 2 ഫാക്ടേഴ്സ് ആയിരിക്കും. എന്നാൽ കോമ്പോസിറ്റ് നമ്പേഴ്സിന് ഗ്രേറ്റർ ദാൻ 2 ഫാക്ടേഴ്സ് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് പ്രൈം നമ്പർ, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം 2, 3, 5, 7, 11, 13 അങ്ങനെ. അടുത്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പം 4, 6, 8, 9, 12 അങ്ങനെ പോകും. സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y മൈനസ് എക്സ് കനോട്ട് ബി ആൻ ഈവൻ ഇൻറ്റിജർ. അപ്പോൾ നമ്മളെ എ ഓപ്ഷൻ എത്രയാണ്? y മൈനസ് എക്സ് 4ൽ നിന്ന് 2 കുറച്ച് എത്ര? 2. അതൊരു ഈവൻ ഇൻറ്റിജർ അല്ലേ? അപ്പോൾ ഇത് തെറ്റല്ലേ? തെറ്റാണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ എക്സ് ഒയ് നമ്മൾ എന്തോന്ന് 4 × 2 എത്ര? 8. അതൊരു ഈവൻ ഇൻറ്റിജർ അല്ലേ? എക്സ് ഒയ് കനോട്ട് ബി ആൻ ഈവൻ ഇൻറ്റിജർ. അപ്പോൾ അതും തെറ്റ്. സോ നമ്മൾ 3ാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ എത്രയാണ്? 2 + 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 6/2 3. അപ്പം ഇതൊരു ഓഡ് ഇൻറ്റിജർ അല്ലേ? അപ്പം മിക്കവരും എടുത്തങ്ങ് ഓഡ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇത് കനോട്ട് ബി ആൻ ഈവൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞിടും. എന്നാൽ അതല്ല. നമ്മൾ അടുത്തൊന്ന് എടുക്കുക. 6/3 ഡിവൈഡഡ് ബൈ 6 അല്ലേ? 9/6 എത്ര? 3/2. അതും പോവില്ല. സോറി, ഇവിടെ ഒരു തെറ്റ് പറ്റിയായിരുന്നു. നമ്മളിവിടെ 3 അല്ലേ പറഞ്ഞത്? കാരണം പ്രൈം നമ്പർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 3 ആണ് നമ്മൾ ആൻസർ. സോ അതും ഒരു ഓഡ് ഈവൻ നമ്പറാണ്. ഓഡ് ഇൻറ്റിജറാണ്. സോ നമുക്ക് അടുത്തൊരു ഇതെടുത്ത് നോക്കാം. 9, 3 എടുത്ത് നോക്കാം. 9 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര? 12 ഡിവൈഡഡ് ബൈ 3 എത്ര? 4. അപ്പോൾ എന്തോന്ന് വന്ന്? അതൊരു ഈവൻ ഇൻറ്റിജർ അല്ലേ? സോ എന്താണ്? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് കനോട്ട് ബി ആൻ ഈവൻ ഇൻറ്റിജർ. അപ്പോൾ അതും തെറ്റാണ്. അപ്പം ആൻസർ എന്താണ്? ആൻസർ ഈക്വൽ ടു ഡി ഓപ്ഷൻ, നൺ ഓഫ് ദിസ്. സോ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പ്ലസ് 2, a plus 4 are a prime numbers, then the number of possible solutions of a is. അപ്പം a plus 2, a plus 4 എന്ന് പറയണ 3 കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ്. ഇത് 3ഉം പ്രൈം നമ്പേഴ്സാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 2, ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 2. ഇങ്ങനെ ഡിഫറൻസ് 2 വെച്ച് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരു കോൺസിക്യൂട്ടീവ് പേഴ്സ് മാത്രമേ അങ്ങനെ വരുള്ളൂ, നമ്പേഴ്സ് മാത്രമേ അങ്ങനെ വരുള്ളൂ. 3, 5, 7. പിന്നെ പറ്റുമോ ഒന്ന് നോക്കി നോക്കുക. 7, 11, 7, 9 വരുമോ? ഇല്ല. 5 നോക്കി നോക്കുക. 5, 7, 11. 2 ഗ്യാപ്പ് വന്ന് പിന്നെ 4 ഗ്യാപ്പ് വന്ന് അല്ലേ? അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ? അപ്പം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എത്ര വരും? ഒരൊറ്റ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സേ ഉള്ളൂ. അത് 3, 5, 7. അപ്പോൾ എത്രയാണ് നമ്മളെ നമ്പർ ഓഫ് പോസിബിൾ സൊല്യൂഷൻ ഫോർ എ? ആൻസർ എത്രയാണ്? 1 ആണ്. 1 ആണ് ആൻസർ. ഒരൊറ്റ പോസിബിൾ സൊല്യൂഷൻ അല്ലേ ഉള്ളൂ. സോ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. There are 4 prime numbers written in the ascending order of an magnitude. The product of first 3 is 385 and then the last 3 is 1001. Find the first number. നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിപ്പിച്ച സമയത്ത് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രൈം നമ്പേഴ്സിൽ നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് പ്രൈം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1001
1038 പറഞ്ഞത്. അത് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോ എടുത്ത് വെച്ച് നോക്കി, അത് കണ്ടിന്യൂസ് ആണ് ഇത് അതിൻ്റെ. സോ അത് കണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോയിലോട്ട് വരണം. സോ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ പ്രൈം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു തന്നത് പഠിക്കാൻ വേണ്ടി? 5, 7, 11 മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 385. നമ്മൾ ദെൻ 7, 11, 13 അപ്പോൾ എത്രയാണ് നമ്മളത്? 1001. ഇത് രണ്ടുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞത്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടവരാണ് 1001. 1001 മിക്കയിടത്തും ചോദിക്കണ ഒരു ടേമാണ്. സോ അപ്പോൾ നമ്മളെ പ്രൈം നമ്പേഴ്സ് എത്രയായിരിക്കും? നമ്മളെ കൺസിക്യൂട്ടീവ് there are 4 prime numbers written in the ascending order. എന്താണ് അസെൻഡിങ് ഓർഡർ? അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതീന്ന് വലുതിലോട്ട്, സ്മാളറിന്ന് ലാർജറിലോട്ട്. ഡിസെൻഡിങ് ഓർഡർ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. മനസ്സിലായോ? അപ്പം ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3 is 385 and that of the last 3 is 1001. Then find the first digit. So 5, 7, 11, 13 അല്ലേ നമ്മൾ 4 പ്രൈം നമ്പേഴ്സ്? 1, 2, 3, 4 അല്ലേ? അപ്പം നമ്മളെ ഫസ്റ്റ് നമ്പർ എന്തോന്നാണ്? 5 ആണ് നമ്മളെ ഫസ്റ്റ് നമ്പർ. സോ ഇതാണ് നമ്മളെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ് പി ഈസ് എൻ പ്രൈം നമ്പർ. പി ഒരു പ്രൈം നമ്പറാണ്. ഗ്രേറ്റർ ദാൻ 3. പി എന്ന് പറയുന്നത് 3 കാട്ടി കൂടുതലാണ്. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ ദി p square plus 17 is divided by 12. സോ ഇതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളെ പ്രൈം നമ്പേഴ്സ് 3 കഴിഞ്ഞ് 3 മേളിലുള്ള പ്രൈം നമ്പേഴ്സ് ഏത്? 5, 7, 11, 13, 17 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട p square plus 17ൻ്റെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ റിമൈൻഡർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിമൈൻഡർ? അപ്പം 7/5 ചെയ്യുകയാണ്. സോ 1 ചെയ്യാൻ പറ്റും, 5, 2. ഈ 2 നമ്മുടെ റിമൈൻഡർ. എന്താണ്? 2 നമ്മുടെ റിമൈൻഡർ. സോ റിമൈൻഡറിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. പിന് നമ്മൾ 5 എന്ന് കൊടുക്കാം. അപ്പം 5 square plus 17 എത്രയാണ്? 25 plus 17 42 ആണ് കിട്ടണം. 42 divided by 2 എത്രയാണ്? 12 × 3 എത്ര? 36. 4 എത്ര? 48. അതുകൊണ്ട് 48 പോകില്ല. സോ 36. 6 നമ്മളെ റിമൈൻഡർ. സോ റിമൈൻഡർ, ആദ്യത്തെ റിമൈൻഡർ 6. സോ അടുത്തത് 7 നമുക്ക് ചെയ്ത് നോക്കാം. 7 square plus 17 49 plus 17 എത്രയാണ്? 50. 66. സോ 12 × 5 എത്രയാണ്? 60. സോ റിമൈൻഡർ എത്ര? 6. വീണ്ടും 6 ആയ റിമൈൻഡർ. സോ നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. 11ൻ്റെ സ്ക്വയർ പ്ലസ് 17. 121 പ്ലസ് 17 എത്ര? 8. 318. സോ എത്ര? 6 നമ്മളെ റിമൈൻഡർ. അതെങ്ങനെ കിട്ടി? 138 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 1, 2, 18. സോ വീണ്ടും 1, 12, 6. 6 ആയിരിക്കും നമ്മളെ റിമൈൻഡർ. സോ നമ്മളെ ആൻസർ എന്താണ്? റിമൈൻഡർ 6 ആണ് നമ്മുടെ ആൻസർ. സോ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 7ാമത്തെ. എക്സ്പ്രസ് 323 157 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ അവിടെ ഒരു ബാർ. ഈ ക്വസ്റ്റ്യൻ ആസ് എൻ ഫ്രാക്ഷൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഴയ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എങ്ങനെയാണ്? 23. സോ എങ്ങനെയായിരിക്കും? 3 + 0.23157 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിന് നമ്മളൊരു ബാർ ഇട്ട് കൊടുത്ത്. സോ നമ്മളെങ്ങനെയാണ് എഴുതണം? 23157 മൈനസ് 231 ഏതാണ്? 2ഉം 3ഉം. കാരണം എന്താണ്? ഇത് 157 അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് പോണത്. സോ ഡിവൈഡഡ് ബൈ 99900 എന്നായിരിക്കും. അപ്പം 3 + 3 2313 ഡിവൈഡഡ് ബൈ 99900. സോ ഇത് നമുക്ക് ചെയ്യുമ്പോഴേ എത്ര കിട്ടുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറ. സോ ഈ പ്രോബ്ലം ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്.